കൂട്ടുകാരെ, എല്ലാവർക്കും ശുഭദിനം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനൊരു വെറൈറ്റി പുട്ടാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന മാവെല്ലാം നനച്ച് വെച്ചിട്ടുണ്ട്. ഇത് റവ, ഇതിനകത്തുള്ളത് ഗോതമ്പ് മാവാണ്. അതൊന്ന് നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മിക്സിക്കകത്തിട്ടിട്ടേ ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി, ചെറുതായിട്ടൊന്ന്. അപ്പോൾ എല്ലാം നൈസായിട്ട് പൊടിഞ്ഞിടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് റാഗിയും അതുപോലെ തന്നെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം. ഇത് അരിപ്പൊടി, അതിനെയും ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. ഏത് പുട്ടുപൊടി ഉണ്ടാക്കുമ്പോഴും നമ്മളൊന്ന് റവ ഒഴികെ ബാക്കിയെല്ലാം നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, മിക്സിയിലിട്ടിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലത്തെ യൂണിഫോമിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഗോതമ്പ് ഇതും നനച്ചതിപ്പം ഇടയ്ക്കൊക്കെ എല്ലാം ഒരേ പോലെ ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് കുറച്ച് തേങ്ങയും ഇട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. എല്ലാവരും ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കണം. വെറൈറ്റി, ഇതെല്ലാം നമ്മളെ വീട്ടിൽ നിത്യം ഉപയോഗ സാധനങ്ങളാണ്. ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ രാവിലെ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, എന്നാൽ വൈകിട്ടോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ഒക്കെ ഇതുപോലെ ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളും കഴിക്കും. ഇത് നല്ല കടലക്കറിക്കൊപ്പവും ചെറുപയർ കറിക്കൊപ്പവും പഴം കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പം മിക്സിയിലിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും, ഇട്ട് കൊടുക്കാം. ഗോതമ്പ് ഞാൻ മിക്സിയിലിരുന്ന് കറക്കി, അപ്പം നൈസ് പൊടിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. ഇപ്പോൾ ഓരോന്നായിട്ടിടുക, കുറച്ച് തേങ്ങ ഇടുക, അങ്ങനെയാണ്. പുട്ട് വെച്ച് പുട്ടുകുറ്റിയിൽ വെള്ളം വയ്ക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ പകുതി വരെയൊക്കെ വെള്ളം വയ്ക്കണം. ഇല്ലെങ്കിൽ പുട്ടുകുറ്റിക്കകത്ത് വെള്ളം വറ്റിപ്പോകും, നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് കാണില്ല. അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പം പാത്രവും കരിഞ്ഞു പോകും, പുട്ടിന് ആവി വരത്തില്ല. അപ്പം എല്ലാം വെച്ചിട്ടുണ്ട്, അടച്ച് വയ്ക്കാം. 2 മിനിറ്റിൽ പുട്ട് റെഡിയാകും. പുറത്തെടുത്ത് കഴിയുമ്പോൾ പുട്ട് റെഡിയായി കഴിഞ്ഞു. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം, കടലക്കറി കൂട്ടി കഴിക്കാം. ഇങ്ങനെ ആവി പറക്കുന്ന പുട്ട്, വെറൈറ്റി പുട്ട്. ഇത് റവ, ഇത് റാഗി, ഇത് അരി, ഗോതമ്പ്. പിന്നെ ഇതിൽ നമുക്ക് മൈദ സെപ്പറേറ്റ് ചെയ്തിടാം. പിന്നെ കോൺഫ്ലോർ വെച്ചും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ പൊടികളുണ്ടോ ഈ പൊടികളെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാം. ഈ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് ഹെൽത്തിയായ വെറൈറ്റി പുട്ട് കഴിച്ചാലോ. ഇപ്പോൾ 4 പൊടി കൊണ്ടുള്ള പുട്ടാണത്. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പുട്ട് നല്ല കടലക്കറിയും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇതാണ്. എൻ്റെ പുട്ടെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ 4 തരം പൊടി കൊണ്ടുള്ള പുട്ട്, വെറൈറ്റി പുട്ട്. ഒരു കാര്യം ചെയ്യാം, പുട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നെ നിങ്ങളോടൊപ്പം കൂട്ടണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം എന്നെയും കൂടെ കൂട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.